ഷിജോ, തിരുവനന്തപുരത്തിന്റെ മാത്രം കഥ അറിയണം. എന്താണ് തിരുവനന്തപുരത്തിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം? തിരുവനന്തപുരത്തിന് മാത്രമായ സവിശേഷമായ വിഷയങ്ങൾ കൂടി ഉണ്ടാകുമല്ലോ. അവിടെ BJPയും കോൺഗ്രസും CPM എല്ലാം വലിയ പ്രതീക്ഷയിൽ, വലിയ ആത്മവിശ്വാസത്തിൽ മത്സരിക്കുന്ന സ്ഥലമാണ്. കോൺഗ്രസ് ഇത്തവണ ഒരു സ്പെഷ്യൽ പ്ലേ എടുക്കുന്നത് കാണുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ മൊമെന്റിലെ തിരുവനന്തപുരത്തിന്റെ ഒരു സിറ്റുവേഷൻ? എന്താണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം പറയുന്നത് ഷിജോ? നിഷാദ, കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു ജില്ല തന്നെയാണ് തലസ്ഥാനം. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരത് കൃത്യമായിട്ട് പ്രകടമാക്കുകയും ചെയ്തതാണ്. കാരണം ഓരോ മേഖലയിലും ഇപ്പൊ നേരത്തെ മഹേഷിന്റെ പ്രസന്റേഷൻ പ്രകാരം കണക്കുകൾ സൂചിപ്പിച്ചപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് LDFന്റെ മജോറിറ്റി പറഞ്ഞതാണ്. 26 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും 20ലും LDF, പിന്നീട് ബ്ലോക്കിലേക്ക് വരുമ്പോൾ 11ൽ 10ലും LDF, കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ ബഹുഭൂരിപക്ഷവും LDFനൊപ്പം തന്നെയാണ്. മറ്റ് ഈ പറയുന്ന ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്ക് വന്നാലും 53 LDFന്റെ അപ്രമാദിത്വമുണ്ട്. നഗരസഭയിൽ 4 അങ്ങനെ LDF കൈയാളുകയാണ്. അത് കഴിഞ്ഞ 5 വർഷത്തെ കണക്കാണ്. എന്നാൽ 5 വർഷം ഇപ്പുറത്തേക്ക് വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു നിൽക്കുമ്പോൾ അത്ര ഈസി ആയിരിക്കില്ല ഇത്തവണ LDFന് തലസ്ഥാന നഗരി പിടിക്കുക എന്ന് പറയുന്നത്. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വിവാദങ്ങൾ പലതരത്തിൽ തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, കൂറുമാറ്റം, അല്ലെങ്കിൽ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ LDFനെ ഈ പറയുന്ന ഭരണകാലയളവിൽ വേട്ടയാടിയിട്ടുണ്ട്. അതിലേറ്റവും സവിശേഷമായത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കോർപ്പറേഷനിൽ കഴിഞ്ഞ, അതായത് ആര്യ രാജേന്ദ്രൻ മേയറായി സ്ഥാനമേറ്റെടുത്ത സമയം മുതൽ തന്നെ BJPയും UDFും വലിയ തരത്തിലുള്ള അഴിമതി ആരോപണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയം വരെയും ഉയർത്തിയിരുന്നു. അവിടെ സ്വജനപക്ഷപാതമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വലിയ തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള നിയമനങ്ങൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, മറ്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള നികുതി വെട്ടിപ്പ്, ആറ്റുകാൽ പൊങ്കാലയിലുള്ള ക്രമക്കേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ UDFും ഈ പറയുന്ന BJPയും ഉയർത്തിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ 5 വർഷം ഭരണത്തിലേക്ക് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അതുപോലെ ഇത്തവണ വരാൻ അത്ര ഈസിയല്ല. കാരണം പലതരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം അത് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും കോർപ്പറേഷനും എല്ലായിടത്തുമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് അവരൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. നിലവിൽ 11 ബ്ലോക്ക് പഞ്ചായത്തിലും ഈ പറയുന്ന ഒരിടത്ത് മാത്രം, പോത്തൻകോട് മാത്രമാണ് നിലവിൽ UDFന് ഭരിക്കാൻ കഴിഞ്ഞത്. പോത്തൻകോടും UDF പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിട്ടിരുന്നു. എന്നാൽ അവിടെ നിങ്ങോട്ട് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ഒരു ഏകോപന സ്വഭാവത്തോടു കൂടി പോകാൻ UDFന് ഇപ്പോൾ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് താഴേക്കിടയിൽ, ഏറ്റവും താഴേക്കിടയിൽ ഒരു കൂട്ടായ പ്രവർത്തനം വേണം. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഈ പറയുന്ന അണികളോട് പറയുന്നത്. അപ്പോൾ ഇത്തവണ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് അല്ലെങ്കിൽ LDFന് അത്ര എളുപ്പമല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട പ്രതാപം ഇക്കുറി തിരിച്ചുകൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ UDF വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ BJPയിലേക്ക് വരുമ്പോൾ BJP തിരുവനന്തപുരം കോർപ്പറേഷനെ അങ്ങേയറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ തൃശൂർ ലോക്സഭാ മണ്ഡലം BJP എങ്ങനെ പിടിച്ചെടുത്തോ അതേ രീതിയിൽ തന്നെ ഇവിടെ കോർപ്പറേഷനിൽ BJPക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള ഇടപെടൽ, പലതരത്തിലുള്ള വിഷയങ്ങളിൽ BJP പലതരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ തിരുമല അനിലിന്റെ ആത്മഹത്യ വരെയുള്ള വിഷയങ്ങളിൽ BJP കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ അവർ കോർപ്പറേഷനെ നന്നാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം അവർ നടത്തിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJP കഴിഞ്ഞ പ്രാവശ്യം 34 എന്ന് പോയടത്തു നിന്ന് ഒരു 80 സീറ്റിലേക്ക് വരെ പ്രതീക്ഷിക്കുന്നു എന്നുള്ള വാദമൊക്കെ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഇടപെടലുകൾ ഇക്കഴിഞ്ഞ കാലയളവിൽ BJPയും UDFും ഭരണം പിടിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് LDFന് മേൽക്കൈ ഉണ്ടെങ്കിലും ഇത്തവണ പൊരിഞ്ഞ പോരാട്ടത്തിന്റെ സ്ഥലമായിട്ട് തിരുവനന്തപുരം മാറാനുള്ള സാധ്യത കൂടി ഷിജോ ചൂണ്ടിക്കാണിക്കുന്നു. കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം വിവാദങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ്. ആ വിവാദങ്ങളെ വോട്ടാക്കി മാറ്റാൻ ഇപ്പുറത്ത് കോൺഗ്രസിനാണോ BJPക്കാണോ കഴിയുക? എന്നാലും കോൺഗ്രസ് ഇത്തവണ അങ്ങനെ പതുങ്ങിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട്, മേയർ കാൻഡിഡേറ്റായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരും ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് തീ പാറുമെന്നത് ഉറപ്പാണ്.